കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി പിടിയിലായത് ആക്രമണത്തിലുണ്ടായിരുന്ന മറ്റൊരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അഭിന പിച്ചിറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിന, ഈ ആദ്യത്തെ പ്രതികൾക്ക് പ്രത്യേക പരീക്ഷാ സെന്ററെല്ലാം സജ്ജമാക്കി അവരുടെ പരീക്ഷയെല്ലാം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ മറ്റൊരാൾ കൂടി ഇതിൽ പിടിയിലാകുന്നത്. ഈ വിദ്യാർത്ഥി അതേ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയാണോ? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും അതുല്യ, ഇന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥി താമരശ്ശേരി സ്കൂളിലെയാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിയമം അനുസരിച്ച് ഈ വിദ്യാർത്ഥിയുടെ പേര് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പേര് പറയാത്തത്, പേര് വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ വിദ്യാർത്ഥി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ജുവനൈൽ ഹോമിലേക്കായിരിക്കും ഈ ഒരു കുട്ടിയെ കൊണ്ടുപോവുക. തുടർന്ന് നാളെയും മറ്റന്നാളുമായിട്ട് SSLC പരീക്ഷ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥിയെയും ഇത്തരം ജുവനൈൽ ഹോമിൽ വെച്ച് തന്നെയായിരിക്കും പരീക്ഷ നടത്തുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥിയുടെ പക്കൽ നിന്നും തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനായി ഈ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും ഈ വിദ്യാർത്ഥി മറ്റ് നടപടികളെല്ലാം തന്നെ തുടരുക. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ഈ ഒരു വിദ്യാർത്ഥി ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നാളെയാണ് ഈ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നാളെ SSLC പരീക്ഷയുണ്ട്. അതിനായിട്ടാണ് ജുവനൈൽ ഹോമിലേക്ക് മാറ്റുക. അതോടൊപ്പം ഈ സംഘർഷാവസ്ഥ നിലനിന്നൊരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള മുറികളിലായിട്ടായിരുന്നു പരീക്ഷ നടത്തിയിരുന്നത്. പ്രത്യേക അധ്യാപകരും പ്രത്യേക സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടായിരുന്നു ഇന്നലെ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഷഹബാസിന്റെ പിതാവിനെ കണ്ടിരുന്നത്. ഈ പിതാവ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെ സങ്കടകരം തന്നെയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതിലെ ഒന്നാം പ്രതി, ഈ ഷഹബാസിനെ കൊലപ്പെടുത്തിയ ഒന്നാം പ്രതി ഈ ഷഹബാസിനോടൊപ്പം ഒരുമിച്ച് 1ാം ക്ലാസ് മുതൽ 7ാം ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ചു നടന്ന ഒരാളാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്ന് തന്നെയാണ് പിതാവ് നിറക്കണ്ണുകളോടെ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പിതാവ് പറയുന്നത് ഈ ശിക്ഷിക്കപ്പെടണം, അതായത് കുറ്റവാളികൾ ശിക്ഷിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് ആര് തന്നെയായാലും തൻ്റെ മകനോടൊപ്പം 1ാം ക്ലാസ് മുതൽ പഠിച്ച് വളർന്ന ഒരാളാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. അത് തനിക്കും വലിയ രീതിയിൽ ഒരു വിഷമമുണ്ടെങ്കിൽ പോലും തൻ്റെ മകന് നീതി ലഭിക്കണമെങ്കിൽ ഈ പ്രധാന പ്രതി ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് പിതാവ് പറയുന്ന ഒരു കാര്യം. പക്ഷേ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ഇതുവരെയുള്ള എല്ലാ നിയമ നടപടികളിലും അല്ലെങ്കിൽ എല്ലാ അന്വേഷണത്തിലും കുടുംബം തൃപ്തരാണ് എന്ന് തന്നെയാണ് പിതാവ് പറയുന്നത്. പക്ഷേ ഇവിടെ ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഇതിൽ പല വിദ്യാർത്ഥികളെ, അതായത് പല പ്രതികളുടെയും മാതാപിതാക്കൾക്ക് വലിയ രാഷ്ട്രീയ ബന്ധവും അതുപോലെ തന്നെ ഈ ഉന്നതരുമായുള്ള ഒരു ബന്ധവും അധ്യാപകരാണ് തുടങ്ങിയ രീതിയിൽ ഉള്ളൊരു രാഷ്ട്രീയ ബന്ധം ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുണ്ടാക്കുന്നത് ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ളൊരു ചെറിയൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു കേസ് തേഞ്ഞു മാഞ്ഞ് ഈ വിദ്യാർത്ഥികളെ വീണ്ടും ഈ പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇത് മറ്റ് വിദ്യാർത്ഥികൾക്ക്, അതായത് ഇനി വരും തലമുറകൾക്ക് ഒരു പക്ഷേ ഇത് ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കില്ല സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് ഈ പിതാവ് പറയുന്നത്. പ്രധാനമായും ഒരു പിതാവിൻ്റെ രോദനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഇത് അവസാന ഷഹബാസ് ആയിരിക്കണം, ഇനി ഒരിക്കലും ഒരു ഷഹബാസും ഉണ്ടാവരുത്, ഇനി ഇതുപോലെ തന്നെ പോലെ ഒരു പിതാവ് ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് പ്രധാനമായും പിതാവ് മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യം. ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളുടെ ബന്ധുക്കളാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ മക്കളാവട്ടെ, എന്തു തന്നെയായാലും തൻ്റെ മകനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ മകനാണെങ്കിലും ഇത്തരത്തിലൊരു സംഭവം ഇനി ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ് ഈ പിതാവ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യം. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ മുതിർന്ന ആളുകൾ പെട്ടിട്ടുണ്ട് എന്നുള്ളതും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ തെളിയുമെന്ന് തന്നെയാണ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പിതാവ് ഇക്കാര്യം പറയുന്നത്. അത് നമുക്കും ഏറെ മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഈ പ്രധാന പ്രതികൾ 5 പ്രതികളുടെയും വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെയ്ഡിലാണ് 4 മൊബൈൽ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ നഞ്ചക്ക്, ഈ ഷഹബാസിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തുന്നതും. പക്ഷേ ഈ നഞ്ചക്ക് കണ്ടെത്തുന്ന വീട് 2ാം പ്രതിയുടെ വീട്ടിൽ നിന്നാണ്. ഈ 2ാം പ്രതിയുടെ വീട് ഒരിക്കലും തുറന്നു കൊടുക്കാൻ